തേങ്ങുമീ കാറ്റ് നീയല്ലേ. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, തിരശ്ശീലയിലെ പ്രതിഭ. ഞാൻ മധുപാൽ. ഇന്ന് ആരോ ഒരാൾ എന്ന ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ എൻ്റെ കഥ പറയുന്നു. എൻ്റെ ജീവിതത്തിൽ കണ്ട അനുഭവിച്ച കഥ. നമസ്കാരം സുധീർ. ശരിക്ക് ഒരു നല്ല കൺസെപ്റ്റാണത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ ഒരാൾ നമ്മളെ കൂടെ നിൽക്കുകയും അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും തിരിച്ചറിയുകയും ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം സാധാരണ രീതിയിൽ ഏത് കാര്യത്തിനും കണക്കെടുപ്പ് നടത്തുന്ന ഒരു ലോകമാണിത്. നമ്മൾ എഴുതി വെച്ച് അല്ലെങ്കിൽ മറന്ന് ശരിക്കും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പോലും മടി കാണിക്കുന്ന അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾക്ക് മറ്റൊരാളോട് എടുത്തു പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാനൊരു കണക്ക് സൂക്ഷിപ്പിൻ്റെ അവസ്ഥയിലല്ല, പക്ഷേ ഓർമ്മകൾ സൂക്ഷിക്കുന്നുണ്ട്. നമ്മളൊരു ചെയ്യുന്ന പ്രവർത്തികളിൽ നമ്മൾ ഇന്നയാൾ ഇന്നതൊക്കെ ചെയ്തു തന്നു, ഇന്ന രീതിയിലാണ് നമുക്ക് ചെയ്തു തന്നത് എന്ന് പറയുന്നതിനേക്കാളുപരി നമ്മൾ നമ്മുടെ പ്രവൃത്തികളിൽ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് ഗുണകരമായി മാറുകയാണ്. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കുറേ മനുഷ്യന്മാരുണ്ട്. ഒരാളെന്ന് മാത്രമല്ല, ഒരുപാട് മനുഷ്യന്മാർ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. സിനിമ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴും സിനിമ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് തുടങ്ങി, സിനിമ അഭിനയിക്കാൻ തുടങ്ങി, അഭിനയം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനുശേഷം വീണ്ടും സംവിധാനം തന്നെ ആണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരാൾ ഒരു ഘട്ടത്തിൽ എന്നെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ സഹായം പറയുന്നതിന് മുമ്പ് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ ഈ സഹായിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ പോലും അറിയാതെ ആവുമ്പോഴാണ് അത് ഒരു മഹത്വം ഉണ്ടാകുന്നത്. ഞാൻ എന്നെ സഹായിച്ചു എന്ന് പറയുന്ന, അപ്പം ഞാൻ എൻ്റെ സിനിമ തലപ്പാവ് ചെയ്തു സമയം തലപ്പാവ് ചെയ്ത് തുടങ്ങി, ഷൂട്ട് കഴിഞ്ഞു, അതിൻ്റെ എഡിറ്റ് തുടങ്ങി, ഡബിങ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്താണ് ഡിസ്ട്രിബ്യൂഷൻ ഒരുപാട് പ്രോബ്ലമുണ്ട് എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത്. ആദ്യം നമ്മൾ വേറെ ചില ആൾക്കാരെ അപ്രോച്ച് ചെയ്തിരുന്നു, അതിൻ്റെ ഒരു കാര്യത്തിൽ നിന്നിരുന്നു. പക്ഷേ പിന്നീട് അത് വർക്കൗട്ടാകാതെ വരികയും ഒടുവിൽ ഇതെന്ത് ചെയ്യണം എന്ന് പറയുന്നൊരു വല്ലാത്ത ഒരു ഡിലമയിൽ നിൽക്കുന്നൊരു സമയത്താണ് നിൽക്കുകയാണ്. അപ്പം പടം ശരിക്കും പറഞ്ഞാൽ അഭിനയിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യൻ സിനിമ സംവിധാനം ചെയ്യാൻ പോയാലുണ്ടാകുന്ന എല്ലാ കുഴപ്പങ്ങളും ഞാനപ്പോൾ അറിയുന്നുണ്ട്. ലാല്, പൃഥ്വിരാജൊക്കെയാണ് അഭിനയിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ സിനിമ ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പം ആണെന്നുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ സിനിമ ഇറങ്ങാത്തത് എന്നേ കരുതുള്ളൂ. സിനിമയുടെ മെറിറ്റും ക്വാളിറ്റികളൊന്നും കാണാത്തവൻ അറിയില്ല. അപ്പം സിനിമ ഇറങ്ങില്ല എന്ന് പറഞ്ഞൊരു ചുറ്റുപാട് എത്തുകയാണ്. ആ ഘട്ടത്തിലാണ് ഞാനൊരു മനുഷ്യനെ, ആ ഘട്ടത്തിൽ അതിന് മുമ്പ് എനിക്ക് വളരെ അടുത്ത് ഇടപഴകുന്ന എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരു വിദേശത്ത് ഒരു ബിസിനസ് കക്ഷിയാണ്. വൈക്കത്താണ് സ്വദേശം. വൈക്കത്ത് ബിസിനസ്സുണ്ട്, വിദേശത്തെ ബിസിനസ്സുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ മനുഷ്യനെ പരിചയപ്പെടുത്തും. എൻ്റെ സിനിമയല്ല, വേറെ സിനിമകളുടെ ഇത്. ഓരോ ഘട്ടങ്ങളിലും ഞാൻ പരിചയപ്പെട്ട ആ സമയത്തും ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പറയില്ല, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, നമ്മളുടെ അടുപ്പം അന്വേഷിക്കുന്ന, കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന, പാരമ്പര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന, ജീവിതത്തിൽ കണ്ടുമുട്ടിയ ആളുകളെക്കുറിച്ച് പറയുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ സത്യത്തിൽ അയാളിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, ഞാൻ പറഞ്ഞത് ഓരോ ഘട്ടങ്ങളിലും പലപ്പോഴായിട്ട് എൻ്റെ ജീവിതത്തിൽ പല മനുഷ്യന്മാരും കടന്നു പോയതുപോലെക്കാൾ ഉപരി ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിലേക്ക് എവിടേക്കോ എന്തൊക്കെയാണെന്നുള്ളൊരു അടുപ്പം നമുക്ക് നമ്മളറിയാതെ തന്നെ ഉണ്ടാവുകയാണ്. അത് പക്ഷേ കാരണം അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച് പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും വർക്ക് തീർന്നു, പൈസ തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞു, ചേട്ടാ പൈസ ട്രിവാൻഡ്രത്ത് എത്തിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് എനിക്ക് വെരി നെക്സ്റ്റ് ഡേ പൈസയ്ക്ക് ആവശ്യമുള്ള ഒരു ഘട്ടമുണ്ട്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഈ മനുഷ്യൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ക്യാഷ് ആണോ ചെക്കാണോ എന്താണെന്നുള്ള അവരോട് ചോദിക്കാൻ പറ്റും. അപ്പം ഞാനത് പറഞ്ഞില്ല. തിരിച്ച് ഇവർ വന്നു, ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ വന്നു, എന്നോട് പറഞ്ഞു നാളെ ട്രിവാൻഡ്രത്ത് എത്തിക്കാൻ ചേട്ടാ, ചെക്കായിരിക്കും അവിടെ എത്തിക്കണം. ഞാൻ ആയിക്കോട്ടെ എന്നുണ്ടോ. രാത്രി ഒരു 12 മണി കഴിഞ്ഞ് എനിക്ക് വെളുപ്പാൻ ട്രെയിനാണ്. 11 മണിക്ക് സമയമായപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അത് ഈ മനുഷ്യനാണ്, എൻ്റെ പ്രൊഡ്യൂസറായ മനുഷ്യൻ.
അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചു പൈസ തന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, അവർ നാളെ തരുന്നുണ്ടോ. ആ രാത്രി എനിക്ക് പുള്ളി കൊണ്ടുതരികയാണ് പൈസ. അപ്പോൾ എന്നോട് പറഞ്ഞു കാശ് എന്ന് പറയുന്നത്, പണം എന്ന് പറയുന്നത് ആവശ്യത്തിന് ഉപകരിക്കാനുള്ളതാണ്. അത് ഏത് സമയത്താണ് ആവശ്യം വരിക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു മോമെൻറ്റിൽ ഇതിന് 1 രൂപയായിരിക്കാം, ചിലപ്പോൾ 50 പൈസ ആയിരിക്കാം, പക്ഷേ അതിന് ആ പൈസ തന്നെ വേണം. അതല്ലാതെ വേറൊരു മാർഗ്ഗവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ പൈസ കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അത് ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല എന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു മനുഷ്യനെ അറിഞ്ഞ് പെരുമാറുക എന്ന് പറയുന്നുണ്ട്.